കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. നാളത്തെ പ്രമോ വിശേഷത്തിന് നമ്മൾ കാണാൻ പോകുന്നത് ഗൗരിയും ശങ്കറും ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട്. പിന്നീട് ചാരങ്ങാട്ട് വീട്ടിൽ ഒരു ശുദ്ധികലശം തന്നെ നടത്തുകയാണ്. അവസാനം ശേഖരനെ വീട്ടിൽ നിന്ന് മഹാദേവൻ ഇറക്കി വിടുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ആരതിയുടെ മനസ്സിലുള്ള ടെൻഷനൊക്കെ അങ്ങനെ പുറത്തു വരുവാണ്. ഉള്ള പൈസ മൊത്തം എടുത്ത് ആദർശിനെ ചികിത്സിക്കാൻ തുടങ്ങുമ്പോഴത്തേനും ആ സമയത്ത് ആരതിക്ക് വല്ലാത്ത ടെൻഷനൊക്കെ ഉണ്ടാകുന്നുണ്ട്. സ്വന്തം ഏട്ടനാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആരതിയുടെ മനസ്സിൽ വേവലാതികളൊക്കെയാണ് പുറത്തിയാടുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു കമലയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഗൗരി ശങ്കറും പോയി. അങ്ങനെ ചെക്കപ്പ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പം ഗൗരിയോടും ശങ്കറിനോടുമായിട്ട് ഡോക്ടർ പറഞ്ഞു, അതെ യൂട്രസ് റിമൂവ് ചെയ്തതിന് ശേഷമാണല്ലേ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നല്ലേ പറഞ്ഞേ, ഒരു കാര്യം ചെയ്യും ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയാലേ. കാരണം ഗൗരി യൂട്രസ് റിമൂവ് ചെയ്യാനായിട്ട് സമ്മതപത്രം ഒന്നും ഒപ്പിട്ട് കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെ ആരുടെ ഒപ്പില്ലാതെ ഒരു കാരണവശാലും അവർ യൂട്രസ് റിമൂവ് ചെയ്യില്ല. ഒന്നെങ്കിൽ ആ വ്യക്തിയുടെ അനുമതി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും വേണ്ടപ്പെട്ട ആൾക്കാർ ഒപ്പിട്ട് കൊടുത്താൽ മാത്രം അങ്ങനെ ചെയ്യത്തുള്ളൂ. ഗൗരിക്ക് ശങ്കറിന് സംശയം. അങ്ങനെ ഡോക്ടർ സ്കാൻ ചെയ്യാനുള്ളതൊക്കെ എഴുതി കൊടുക്കുകയാണ്. അങ്ങനെ കമലയും കൊണ്ട് സ്കാൻ ചെയ്യാൻ അങ്ങോട്ട് പോവാണ്. കമലനെ സ്കാൻ ചെയ്യുന്ന റൂമിൽ കയറ്റി തന്നെ ശങ്കർ ചോദിച്ചു, അല്ല ഗൗരി ഇതെന്താ സംഭവം, എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല എന്ന് പറയാം. അല്ല ശങ്കറെ, അന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിയ സമയത്ത് കമലടുത്ത് കേസ് സീരിയസ് ആയിരുന്നല്ലോ. പെട്ടെന്ന് തന്നെ സർജറി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും ശേഖരേട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീടല്ലേ ശേഖരേട്ടൻ വരുന്നത് തന്നെ. പക്ഷേങ്കിൽ ഞാൻ അതിന് ഒരു ഫോമിൽ ഞാൻ സൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല. പക്ഷെ കമലടുത്തേക്ക് സൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നല്ലോ. കമലടുത്തും ചെയ്തു കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഡോക്ടർ സംശയം പറഞ്ഞു. ഇപ്പൊ അറിയാലോ സത്യങ്ങൾ എന്തായിരിക്കുന്നു. എന്റെ ഭഗവാനെ, കമലടുത്തിന് യൂട്രസ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കില്ലേ. ഒരു കുഴപ്പമില്ലാതെ കമലടുത്തേക്ക് ഇനി ഗർഭിണിയാനും പ്രസവിക്കാനും സാധിക്കണേ, ആ ഒരു പ്രാർത്ഥന മാത്രം ഉണ്ടായിരുന്നു ഗൗരിയുടെ ഉള്ളില്. ഈ സമയം ശങ്കർ ആശ്വസിപ്പിക്കുന്നുണ്ട്, നീ ധൈര്യമായിട്ടിരിക്കുക ഗൗരി, ഒന്നും സംഭവിക്കത്തില്ല. അങ്ങനെ ഡോക്ടർക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ നല്ല കാര്യമാണ്, അതിപ്പോഴെങ്കിലും നോക്കാൻ തോന്നിയില്ലോ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സ്കാൻ ചെയ്ത് റിപ്പോർട്ട് വരുവാണ്. റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പം ഗൗരീനെയും കമലേനെയും ശങ്കറിനെ എല്ലാം മുറിയിലേക്ക് അങ്ങോട്ട് വിളിപ്പിക്കുവാണ്. അങ്ങനെ വിളിപ്പിച്ചു കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു, കമലയ്ക്ക് ഇനി പേടിക്കണ്ട കേട്ടോ എന്ന് പറയാം. പെട്ടെന്ന് ഗൗരി ശാന്ത ഡോക്ടറെ, കമലയ്ക്ക് ഇനി അമ്മയാകാം, പ്രസവിക്കുകയും ചെയ്യാം, അമ്മയാകാന്ന് പറയാം. അതെന്താ മനസ്സിലായല്ലേ ഡോക്ടർ എന്ന് പെട്ടെന്ന് ഗൗരി പറയാം. അതെ, കമലയുടെ യൂട്രസിന് ഒരു കുഴപ്പമില്ല എന്ന് പറയാം. കമലയെ വരെ ഒരു ഞെട്ടലുണ്ടായി. കമല ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത്. അല്ല ഡോക്ടറെ, യൂട്രസ് റിമൂവ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് അത് ആരാ കൊണ്ട്, അത് ഇവരുടെ ഭർത്താവ് തന്നെയാ കൊണ്ട് തന്നേ. ഞങ്ങൾ വായിച്ചാന്ന് പറയണം. ഓഹ്, എന്നാ ഇതൊരു കള്ള റിപ്പോർട്ട് അയാൾ എങ്ങനെയും ഉണ്ടാക്കിയതായിരിക്കും. പക്ഷെ കമലയുടെ യൂട്രസിന് ഒരു കുഴപ്പമില്ല. കമലയ്ക്ക് ഇനി ഗർഭിണിയാവാൻ പ്രസവിക്കുകയും ചെയ്യാം. അങ്ങനെ കഴിക്കേണ്ട മെഡിസിനൊക്കെ എഴുതി കൊടുക്കുകയാണ്. ഇത് കൃത്യമായിട്ട് കഴിച്ചാൽ മതി. യൂട്രസിന് കുഴപ്പമൊന്നുമില്ല, പ്രസവിക്കാൻ അറിഞ്ഞു കഴിയുമ്പോൾ തന്നെ കമലയുടെ പകുതി അസുഖം കൂടെ ഭേദമായി. കാരണം മനസ്സിന്റെ താളം അതങ്ങോട്ട് മാറി കിട്ടുമല്ലോ. ഇത്രയും ദിവസം ആ ഒരു ടെൻഷനായിരുന്നു ഉണ്ടായിരുന്നേ. അങ്ങനെ മെഡിസിനൊക്കെ കഴിക്കാനുള്ള എല്ലാം കുറിച്ച് കൊടുക്കുകയാണ്. അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോരുന്ന വഴിക്ക് ശങ്കർ പറഞ്ഞു, എന്നാലും ഇങ്ങനെ ഒരു ചതി ശേഖരേട്ടൻ ചെയ്യുമോ? പാവം കമലയെടുത്ത് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടല്ലേ. പക്ഷെ കമലയുടെ മനസ്സിലാണ് വല്ലാത്തൊരു സങ്കടമോ ബുദ്ധിമുട്ടോ എന്താന്ന് പോലും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വീട്ടിലേക്ക് വരുവാണ് അവര്. വീട്ടിലേക്ക് വന്ന സമയത്ത് ഗൗരിയും ശങ്കറും കമലയും കൂടെ അകത്തേക്ക് കയറി വരുമ്പോഴത്തേനും ശേഖറും മഹാദേവൻ തങ്കച്ചി എല്ലാവരും ഉണ്ടായിരുന്നു. പെട്ടെന്ന് കമലേനെ കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പം മഹാദേവൻ ചോദിച്ചു, അല്ല എന്ത് പറഞ്ഞു ഡോക്ടർ എന്ന് ചോദിച്ചു. ഒരുമാതിരി കളിയാക്കുന്ന മട്ടിലാണ് ചോദിക്കുന്നത്. പെട്ടെന്ന് ശങ്കർ പറഞ്ഞു, എന്തേ പറയാനാ, മെഡിസിനൊക്കെ കൊടുത്തെന്ന് പറയണം. തങ്കച്ചി ചോദിച്ചു, അല്ല ഇവിടെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ, അവിടെ അഡ്മിറ്റ് ആക്കിയാൽ പോരായിരുന്നോ? ഇവിടെ കൂട്ടിക്കൊണ്ട് വന്ന മനുഷ്യനെ ഉപദ്രവിക്കുന്നേക്കാളും നല്ല അതല്ലേ എന്ന് ചോദിക്കുക. പെട്ടെന്ന് ഗൗരി പറഞ്ഞു, അതിനുള്ള അസുഖമൊന്നും കമലടുത്തേക്കില്ല. കമലടുത്തേക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. കുറച്ച് ദിവസം മെഡിസിൻ കഴിച്ചാൽ മാറാവുന്നുള്ളൂ. പിന്നെ കമലടുത്തേക്ക് ഒരു അമ്മയാൻ പറ്റില്ല എന്നുള്ള ആ ഡിപ്രഷനും കൊണ്ടുണ്ടായ സംഭവം അതുകൊണ്ട് അവിടെ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയാം. പെട്ടെന്ന് തങ്കച്ചി ചോദിച്ചു, അല്ല ഇവിടെ ഇനി എന്തിനാ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് മരുന്നും മന്ത്രമൊക്കെ കൊടുത്ത് ഇവളുടെ അസുഖം ഭേദമാക്കിയിട്ട് എന്ത് ചെയ്യാനാ? ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോലെയുള്ള കഴിവില്ലാത്തവളെ ഇനി ഇവിടെ നിർത്തിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? അതെ, ഒരു കാര്യം പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് രോഗം ഭേദമായി കഴിയുമ്പോൾ ഇവളുടെ വീട്ടിലേക്ക് വിട്ടേക്കാന്ന് പറയാം. മഹാദേവൻ പറഞ്ഞു, ശരിയാ, രോഗമൊക്കെ ഭേദമായി കഴിയുമ്പോൾ ഇനി ഇവിടെ പറഞ്ഞു വിട്ടേക്കാം, ഇവിടെ നിർത്തേണ്ട ആവശ്യമില്ലെന്ന് പറയാം. ഗൗരി പറഞ്ഞു, അച്ഛാ നിങ്ങൾ ഈ കാണിക്കുന്ന ക്രൂരതയാന്ന് പറയാം. ക്രൂരത അതെന്താ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. കമലടുത്തേക്ക് ഇനി പ്രസവിക്കാൻ കഴിയില്ല, ഒരമ്മയാൻ കഴിയില്ലെന്ന് നിങ്ങളോടൊക്കെ ആരാ പറഞ്ഞേ? അതെന്ത് വർത്താന്
ഗൗരി നീ പറയണേ? നീ തന്നെയല്ലേ എന്ന റിപ്പോർട്ട് വായിച്ച് ഞങ്ങളെ കേൾപ്പിച്ചേ? നീ മാത്രല്ല ആ പിള്ള അയാളും വായിച്ചല്ലേന്ന് ചോദിക്കും. ശരി തന്നെയാ, പക്ഷെ അതൊരു കള്ള റിപ്പോർട്ടാ. കമലടുത്തേക്ക് ഗർഭിണിയാവുകയും ചെയ്യാം, പ്രസവിക്കുകയും ചെയ്യാം. കമലടുത്തേക്ക് യൂട്രസിന് ഒരു കുഴപ്പമില്ലെന്ന് പറയണം. പെട്ടെന്ന് തങ്കച്ചി മഹാദിനൊക്കെ അമ്പരന്ന് പോയി. നീ എന്തൊക്കെയാ ഗൗരി പറയണെന്ന് ചോദിക്കുക. ശങ്കർ പറഞ്ഞു, ഗൗരിയോട് ചോദിക്കണ്ട, ഞാൻ പറയാം. ഡോക്ടർ ഇന്ന് ചെക്കപ്പ് ചെയ്തായിരുന്നു, പിന്നെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴത്തേനും യൂട്രസ് ഒക്കെ അതേവിടെ തന്നെ എവിടെയുണ്ട്, ഒരു കുഴപ്പമില്ല യൂട്രസിന്. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളാ ഇതൊക്കെ. പെട്ടെന്ന് ഷെയർ ചോദിച്ചു, നീ എന്ത് വർത്താനാ ശങ്കറെ പറയണേ? ഓ, ഇനിയിപ്പോ ഇവിടെ പിടിച്ചു നിർത്താനായിട്ട് പുതിയ നയങ്ങളായിട്ട് വന്നിരിക്കുമായിരിക്കും രണ്ടുപേരും കൂടെ. മനസ്സിലായി, നിങ്ങളുടെ അടവ് കൊള്ളാം, പക്ഷെ അതൊന്നും ഇവിടെ വില പോകില്ലെന്ന് പറയണം. ശങ്കർ പറഞ്ഞു, ഞങ്ങൾ എന്തിനാ കള്ളം പറയണേ? കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല, അത് ശേഖരേട്ടനാ കള്ളം പറഞ്ഞേ. എന്നാൽ ഇത്രയും വലിയൊരു നാടകം വേണ്ടായിരുന്നു കേട്ടോ. അതും കമലയടുത്തിയോടും ഈ കുടുംബത്തിനോടും അച്ഛനോടും അമ്മയോടും ചെയ്ത ഏറ്റവും വലിയ ചതിയാ ശേഖരേട്ടനത്. 5 കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കി. അത് മാത്രമല്ല, ഇനി ഒരിക്കലും പ്രസവിക്കാൻ പറ്റില്ലെന്ന് ആ പാവം കമലയടുത്തിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു. എന്റെ ഏട്ടനാന്ന് പറയാൻ പോലും എനിക്ക് നാണക്കേടാ. നിങ്ങൾ ഇത്രമാത്രം ദുഷ്ടനായിരുന്നോ എന്ന് ചോദിക്കണം. മഹാന്ന് ചോദിച്ചു, മോനെ കുട്ടിശങ്കര, നീ പറഞ്ഞത് ശരിയാണെന്ന് ചോദിക്കുക. ശരി അച്ഛാ, ഡോക്ടർ എന്തിനാ കള്ളം പറയണ്ടേ? അതേ സ്കാനിങ് റിപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ അച്ഛനൊരു കാര്യം ചെയ്യുക, ഇനി കമലയടത്തിനെ കൊണ്ട് എവിടെയാണെങ്കിലും പോയി നോക്ക്. ശേഖരേട്ടൻ പറയുന്ന കാര്യമോ സത്യമോ അതോ ഇനിയിപ്പൊ ഞങ്ങൾ പറയുന്നതാണെന്ന് അറിയാലോ. ഇപ്പൊ തന്നെ വേണേ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്ത് നോക്കിയോ. അപ്പൊ അച്ഛന് സത്യം ബോധ്യമാണെന്ന് പറയണം. അത്ര സമയം മിണ്ടാതിരുന്നേ മഹാദേവനങ്ങ് ദേഷ്യം വന്നു. മഹാദേവനെ വന്നിട്ട് ശേഖരന്റെ കോളറിനെ അങ്ങോട്ട് കുത്തിപ്പിടിക്കുകയാണ്. കുത്തിപ്പിടിച്ച്, എടാ സത്യം പറയടാ, നീ എന്തായാലും കള്ളത്തരം കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അച്ഛൻ ഞാൻ എന്ത് കള്ളത്തരം കാണിക്കാനാ? ഇവര് പറഞ്ഞ എന്തേലും വെച്ചിട്ട് എനിക്ക് മനസ്സിലായി ഇപ്പൊ ഇതിനകത്ത് ആരാ കിടന്ന് കളിച്ചെന്നുള്ള. എടാ ഇത്രയ്ക്ക് ദുഷ്ടമാണെന്ന് നീ മനസ്സിലായില്ലടാ. ഞാനൊരു കുഞ്ഞിക്കാല് കാണാനായിട്ട് ഇവിടെ കിടന്ന് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്നറിയാം. അപ്പോഴാണ് നീ ഇതുപോലെ ചതി ചെയ്തതല്ലേ. ഇതെനിക്ക് ആരെങ്കിലും മഹാദേവന് പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ലടാ. ഇനി ഈ വീട്ടിൽ വാഴാനായിട്ട് നിനക്ക് സാധിക്കില്ലെന്ന് പറഞ്ഞ് കോളറിനെ പിടിച്ച് വെളിയിലേക്ക് അങ്ങോട്ട് തള്ളുക. പെട്ടെന്ന് തങ്കച്ചി വന്നിട്ട് ചോദിച്ചു, ഇതെന്താ മനുഷ്യൻ നിങ്ങൾ കാണിക്കുന്നേ? എന്തേ, അത് നമ്മുടെ മോനല്ലേ നിൽക്കും. മോനാണ് പോലും ഒരക്ഷരം നീ മിണ്ടരുത്. പിന്നിട്ടോടെ നിന്നെ ഞാൻ പുറത്താക്കും. നീ എല്ലാത്തിനും വളം വെച്ച് കൊടുത്തേ. എന്നിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? അവൻ നീ വീട്ടിൽ കാല് കുത്തിട്ടുണ്ട്, അവന് മുട്ടുകാലി ഞാൻ തല്ലി പിടിക്കുമെന്ന് പറയാം. പെട്ടെന്ന് ചേർന്ന്, അച്ഛ മിണ്ടരുത്, എങ്ങോട്ടാണെങ്കിലും പൊക്കോളാൻ പറയാണ്. ഈ സമയം ഗൗരി കമലേനെ കൊണ്ട് മുറിയിലേക്ക് പോവാണ്. കമലയടത്തിനെ കൊണ്ടേ കിടത്തണം. റെസ്റ്റ് നന്നായിട്ട് വേണം താനും. മെഡിസിനൊക്കെ ഇനി കഴിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെതായ ക്ഷീണങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. പിന്നെ കമലേനെ മുറിയിലേക്ക് കൊണ്ട് ഇട്ട് പറഞ്ഞു, കമലടുത്ത് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ടോ എന്ന് പറയാണ്. പിന്നീട് ഗൗരി അവിടെ ഇരിക്കുക. ഇപ്പം കുറച്ച് ദിവസത്തേന് കമലടത്തിനും കൂടെ അധികം പണി ഏൽപ്പിക്കാറോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പാടില്ല, ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട്. ഈ സമയത്ത് നന്ദിനിയമ്മ വല്ലാത്ത ടെൻഷനിലിരിക്കുമായിരുന്നു. നന്ദിനിയമ്മയുടെ അടുത്തേക്ക് ആരതി വരുവാണ്. ആരതി വന്നിട്ട് ചോദിച്ചു, അല്ലമ്മ എനിക്കൊരു കാര്യം ചോദിക്കുകയാണെന്ന് പറയാം. എന്താ? അല്ല, അച്ഛൻ PF എന്നൊക്കെ പൈസ എടുക്കുവാന്ന് പറയുന്നത് കേട്ടോ. PF പൈസ എടുത്തിട്ട് ആദർശേട്ടൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടേ. അതെ, PF പൈസ എടുത്തിട്ട് എങ്ങനെയെങ്കിലും ആദർശം ഒന്ന് എഴുന്നേറ്റ് എടുക്കണ്ടേ മോളെ. അവൻ്റെ ചികിത്സയുടെ കാര്യങ്ങൾ നോക്കണ്ടേ. ഈ സമയത്ത് വേണി അങ്ങോട്ട് വന്നേ. അപ്പൊ വേണി പെട്ടെന്ന് അവിടെ നിന്നു. അപ്പൊ ആരതി ചോദിക്കുക, അല്ലമ്മ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇനിയിപ്പോൾ ഇത്രയും ചികിത്സയൊക്കെ നടത്തിയെന്ന് പറഞ്ഞാലും ഒരു പക്ഷെ ആദർശേട്ടൻ എഴുന്നേറ്റ് നടന്നില്ലെങ്കിലോ? അത്രയും പൈസ വെറുതെ പോകത്തില്ലേന്ന് ചോദിക്കണം. അത് ഈ പൈസ ഇല്ലാത്ത സമയത്ത്. പെട്ടെന്ന് വേണിയിൽ ഒരു ഞെട്ടലുണ്ടായി. വേണി പ്രതീക്ഷിച്ച കാര്യമല്ലത്. ആരതി ഇങ്ങനെ പറയും, സ്വന്തം ഏട്ടനാണ്, സ്വന്തം ചോരയാണ്, പക്ഷെ പൈസ പോകുന്ന ഒരു പേടി അവൾക്ക്, ഉൾഭയം അവൾക്കുള്ളത്. അല്ല, ഇനി എൻ്റെ കല്യാണമൊക്കെ വരാൻ പോലെ, അപ്പൊ അച്ഛൻ ഇനിയിപ്പോൾ പണത്തിന് എന്ത് ചെയ്യും? അതൊക്കെ ഓർത്തിട്ട് ഞാൻ പറഞ്ഞോ. പെട്ടെന്ന് നദിനമ്മയ്ക്ക് ദേഷ്യം വന്നു. നീ ശരിക്കും അവന്റെ പെങ്ങൾ തന്നെയാണോ ആരതി? നീ എന്തൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നേ? നീ ഒന്ന് ഓർത്ത് വെക്കേ. ഇപ്പൊ എല്ലാരും നോക്കുന്ന അവനെ എങ്കിലും ഒന്ന് എഴുന്നേപ്പിച്ച് നടത്താല്ലേ. എന്നിട്ട് നിനക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നി? നീ എന്റെ വയറ്റിൽ തന്നെ ഉണ്ടായതാണെന്ന് ചോദിക്കുക. ആരതി പറഞ്ഞു, അമ്മ ഞാൻ അങ്ങനെയൊന്നും, നീ കൂടുതലൊന്നും പറയണ്ട, പറഞ്ഞത് പറഞ്ഞു. പക്ഷെ ഇത് ഇവിടുത്തെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ മുത്തശ്ശിക്കൊക്കെ പറയരുത്. ഇതെങ്ങാനും ആദർശോ വേണിയെ കേൾക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ എത്രമാത്രം വേദന അവർക്ക് ഉണ്ടാവുമെന്നറിയാവോ എന്നും പറഞ്ഞ് നന്ദിനിയമ്മ സങ്കടപ്പെട്ട് അങ്ങോട്ട് പോവാണ്. വേണിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥയായിപ്പോയി. വേണി പിന്നീട് ആദർശിന്റെ അരിയിലേക്ക് ചെല്ലുവാണ്. അപ്പൊ പാവ ആദർശ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്താ വേണി മുഖത്തൊരു സങ്കടം? ഒന്നുമില്ല എന്ന് പറയാണ്. എന്റെ കാര്യം ഓർത്തിട്ടാണോ? അതെവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല മത്താപ്പ എന്ന് പറയാണ്. എന്തോ കാര്യമുണ്ട്, ഇല്ലെങ്കിൽ വേണി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കില്ലെന്ന് എനിക്കറിയാം. പെട്ടെന്ന് വേണി പറഞ്ഞു, എനിക്ക് എൻ്റെ മത്താപ്പിനെ എഴുന്നേപ്പിച്ച് നടത്തണം. അതിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിന് എത്ര ചികിത്സകളിലും ഞാൻ നടത്തും, എത്ര പണം വേണമെങ്കിലും ഞാൻ മുടക്കും. അതിന് ആരുടെ സഹായം വേണ്ട. അല്ല, നീ എന്തൊക്കെയാ പറയണേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതെ, ഇനിയിപ്പോൾ നിനക്ക് അച്ഛൻ്റെ പണം മേടിച്ച് ചികിത്സ നടത്താനായിരിക്കും അല്ലേ? അതൊന്നും വേണ്ട. അല്ലാതെ എനിക്ക് ചികിത്സ നടത്താൻ പറ്റുമെന്ന് ഞാൻ നോട്ടെ. ഈ വേണു തന്നെ ചികിത്സ നടത്തും, ആരുടെ സഹായം ഇല്ലാതെന്ന് പറയുക. ഇത് കേട്ട് ഒരു നിമിഷം അമ്പരന്നിരിക്കുവാണ് ആദർശ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.